5:24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15-11-99 മധുബൻ. ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ സഹജ പുരുഷാർത്ഥമാണ് ആജ്ഞാകാരിയാകൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ ഹോളി ഹംസങ്ങളുടെ സഭയെ നോക്കുകയാണ്. ഓരോ കുട്ടിയും ഹോളി ഹംസമാണ്. സദാ മനസ്സിൽ ജ്ഞാനരത്നങ്ങളുടെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോളി ഹംസത്തിൻ്റെ കാര്യം തന്നെ ഇതാണ്. വ്യർത്ഥത്തിൻ്റെ കല്ലുകൾ ഉപേക്ഷിക്കുക, ജ്ഞാനരത്നങ്ങളുടെ മനനം ചെയ്യുക. ഓരോരോ രത്നവും എത്ര അമൂല്യമാണ്. ഓരോ കുട്ടിയും ജ്ഞാനരത്നങ്ങളുടെ ഖനി ആയിരിക്കുകയാണ്. ജ്ഞാനരത്നങ്ങളുടെ ഖജനാവുകളാൽ സദാ നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ബാബ്ദാദ കുട്ടികളിൽ ഒരു വിശേഷ കാര്യം ചെക്ക് ചെയ്യുകയായിരുന്നു. അതേതായിരുന്നു? ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും സഹജധാരണയുടെയും സഹജ ഉപാധിയാണ് ബാബയുടെയും ദാദായുടെയും ആജ്ഞാകാരിയായി നടക്കുക. പിതാവിൻ്റെ രൂപത്തിലും ആജ്ഞാകാരി, ശിക്ഷകൻ്റെ രൂപത്തിലും സദ്ഗുരുവിൻ്റെ രൂപത്തിലും, 3 രൂപങ്ങളിലും ആജ്ഞാകാരിയാവുക എന്നാൽ സഹജ പുരുഷാർത്ഥിയാവുക എന്നർത്ഥം. കാരണം 3 രൂപങ്ങളിലൂടെയാണ് കുട്ടികൾക്ക് ആജ്ഞ ലഭിച്ചിരിക്കുന്നത്. അമൃതവേള മുതൽ രാത്രി വരെ ഓരോ സമയത്തും ഓരോ കർത്തവ്യത്തിൻ്റെ ആജ്ഞ ലഭിച്ചിട്ടുണ്ട്. ആജ്ഞയനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പ്രകാരത്തിലുമുള്ള പ്രയത്നമോ പ്രയാസമോ അനുഭവപ്പെടുകയില്ല. ഓരോ സമയത്തെയും മനസ്സാ സങ്കല്പവും വാക്കും കർമ്മവും 3 പ്രകാരത്തിലുമുള്ള ആജ്ഞ സ്പഷ്ടമായി ലഭിച്ചിട്ടുണ്ട്. ഇത് ചെയ്യണമോ അതോ ചെയ്യേണ്ടയോ എന്ന് ചിന്തിക്കേണ്ട പോലും ആവശ്യകതയില്ല. ഇത് റൈറ്റ് ആണോ അതോ റോങ് ആണോ ചിന്തിക്കുന്നതിൻ്റെ പ്രയത്നം പോലുമില്ല. പരമാത്മാവിൻ്റെ ആജ്ഞ തന്നെ സദാ ശ്രേഷ്ഠമാണ്. അപ്പോൾ എല്ലാ കുമാരന്മാരും ആരെല്ലാം വന്നിരിക്കുന്നുവോ വളരെ നല്ല സംഘടനയാണ്. ഓരോരുത്തരും ബാബയുടേതായപ്പോൾ തന്നെ ബാബയ്ക്ക് വാഗ്ദാനം നൽകിയോ? ബാബയുടേതായപ്പോൾ ഏറ്റവും ആദ്യം ഏതൊരു വാക്കാണ് നൽകിയത്? ബാബ ശരീരം, മനസ്സ്, ധനം എന്തെല്ലാം ഉണ്ടോ? കുമാരന്മാരുടെ അടുക്കൽ ധനം കൂടുതലില്ല, എന്നിരുന്നാലും എന്തുണ്ടോ എല്ലാം അങ്ങയുടേതാണ്. ഈ വാഗ്ദാനം ചെയ്തുവോ? ശരീരവും മനസ്സും ധനവും സംബന്ധം പോലും അങ്ങുമായാണ്. ഈ ഉറച്ച വാഗ്ദാനം ചെയ്തുവോ? ശരീരവും മനസ്സും ധനവും സംബന്ധവും എല്ലാം അങ്ങയുടേതാണ് എന്നാകുമ്പോൾ എൻ്റേത് എന്താണ് അവശേഷിക്കുന്നത്? പിന്നെ എന്തെങ്കിലും എൻ്റേതെന്നതുണ്ടോ? ഉണ്ടായിരിക്കുന്നത് തന്നെ എന്താണ്? ശരീരം, മനസ്സ്, ധനം, ജനം എല്ലാം ബാബയെ ഏൽപ്പിച്ചു. പ്രവൃത്തിയിലുള്ളവർ ചെയ്തുവോ? മധുബനിലുള്ളവർ ചെയ്തുവോ? ഉറപ്പാണല്ലോ. മനസ്സും ബാബയുടേതായി. എൻ്റെ മനസ്സല്ലല്ലോ, അതോ മനസ്സ് എൻ്റേതാണോ? എൻ്റേതായി മനസ്സിലാക്കിയാണോ യൂസ് ചെയ്യേണ്ടത്? മനസ്സ് ബാബയ്ക്ക് നൽകി എന്നിരിക്കെ ഇതും താങ്കളുടെ അടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുവാണ്. പിന്നെ യുദ്ധം ഏതിലാണ് ചെയ്യുന്നത്? എൻ്റെ മനസ്സ് പരവശമാണ്. എൻ്റെ മനസ്സിൽ വ്യർത്ഥ സങ്കല്പം വരുന്നു. എൻ്റെ മനസ്സ് വിചലിതമാകുന്നു. എൻ്റേതല്ലെന്നിരിക്കെ, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണെന്നിരിക്കെ, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിനെ എൻ്റേതായി മനസ്സിലാക്കി യൂസ് ചെയ്യുന്നത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിൽ വിശ്വാസവഞ്ചനയല്ലേ? മായയുടെ വാതിലാണ് ഞാനും എൻ്റേതും. ശരീരം പോലും താങ്കളുടേതല്ല എന്നിരിക്കെ ദേഹാഭിമാനത്തിൻ്റെ ഞാൻ എവിടെ നിന്നും വന്നു? മനസ്സ് പോലും താങ്കളുടേതല്ല. അപ്പോൾ എൻ്റേത് എൻ്റേത് എന്നത് എവിടെ നിന്നും വന്നു? നിൻ്റേതാണോ അതോ എൻ്റേതാണോ? ബാബയുടേതാണോ അതോ കേവലം പറയുകയാണോ? ചെയ്യേണ്ടതില്ലേ? പറയുന്നത് ബാബയുടേത് എന്ന്, അംഗീകരിക്കുന്നത് എൻ്റേതെന്ന്. കേവലം ആദ്യത്തെ വാഗ്ദാനം ഓർമ്മിക്കൂ. ബോഡി കോൺഷ്യസ്നെസ്സിൻ്റെ ഞാനും ഇല്ല, എൻ്റേതുമില്ല.
അപ്പോൾ ബാബയുടെ ആജ്ഞയാണ് ശരീരത്തെ പോലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായി മനസ്സിലാക്കൂ. മനസ്സിനെയും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായി മനസ്സിലാക്കൂ. പിന്നെ പ്രയത്നത്തിൻ്റെ ആവശ്യമുണ്ടോ? ഏതൊരു ദൗർബല്യം വരികയാണെങ്കിലും ഈ 2 വാക്കുകളിലൂടെയാണ് വരുന്നത്, ഞാനും എൻ്റേതും. അപ്പോൾ താങ്കളുടെ ശരീരവുമല്ല, ബോഡി കോൺഷ്യസ്നെസ്സിൻ്റെ ഞാനും ഇല്ല. മനസ്സിൽ ഏത് സങ്കല്പം നടന്നാലും അഥവാ ആജ്ഞാകാരിയാണെങ്കിൽ ബാബയുടെ ആജ്ഞ എന്താണ്? പോസിറ്റീവ് ചിന്തിക്കൂ, ശുഭഭാവനയുടെ സങ്കല്പം നടത്തൂ. വ്യർത്ഥ സങ്കല്പം നടത്തൂ എന്നത് ബാബയുടെ ആജ്ഞയാണോ? അല്ല. താങ്കളുടെ മനസ്സ് അല്ല എന്നിരിക്കെ എന്നിട്ടും വ്യർത്ഥ സങ്കല്പം നടത്തുന്നുവെങ്കിൽ ബാബയുടെ ആജ്ഞയെ പ്രാക്ടിക്കലിൽ കൊണ്ടുവന്നില്ലല്ലോ. കേവലം ഒരു ശബ്ദം ഓർമ്മിക്കൂ, ഞാൻ പരമാത്മാവിൻ്റെ ആജ്ഞാകാരിയായ കുട്ടിയാണ്. ഇത് ബാബയുടെ ആജ്ഞയാണോ അതോ അല്ലയോ? അത് ചിന്തിക്കൂ. ആരാണോ ആജ്ഞാകാരി കുട്ടികൾ, അവരെ സദാ ബാബയ്ക്ക് സ്വതവേ തന്നെ ഓർമ്മയുണ്ടായിരിക്കും, സ്വതവേ തന്നെ സ്നേഹം ഉണ്ടായിരിക്കും, സ്വതവേ തന്നെ ബാബയുടെ സമീപം ആയിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്യൂ, ഞാൻ ബാബയുടെ സമീപവും ബാബയുടെ ആജ്ഞാകാരിയുമാണോ? ഒരു വാക്ക് അമൃതവേളയിൽ ഓർമ്മിക്കാൻ സാധിക്കും. ഞാൻ ആരാണ്? ആജ്ഞാകാരിയാണോ അതോ ചിലപ്പോൾ ആജ്ഞാകാരിയും ചിലപ്പോൾ ആജ്ഞയിൽ നിന്നും അകന്നു മാറുന്നവരുമാണോ? ബാബ്ദാദ സദാ പറയുന്നു, ഏതെങ്കിലും രൂപത്തിൽ അഥവാ ഒരു ബാബയുടെ സംബന്ധമെങ്കിലും ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ, ഹൃദയത്തിൽ നിന്നും ബാബ എന്ന് വരുന്നുവെങ്കിൽ സമീപതയുടെ അനുഭവമുണ്ടാകും. ബാബ ബാബ എന്ന മന്ത്രം പോലെ പറയാതിരിക്കൂ. അവർ രാമ രാമ എന്ന് പറയുന്നു, താങ്കൾ ബാബ ബാബ എന്ന് പറയുന്നു. എന്നാൽ ഹൃദയത്തിൽ നിന്നും ബാബ എന്ന് വരണം. ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പേ ചെക്ക് ചെയ്യൂ. മനസ്സിൻ്റെ കാര്യത്തിൽ, ശരീരത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ധനത്തിൻ്റെ കാര്യത്തിൽ ബാബയുടെ ആജ്ഞ എന്താണ്? കുമാരന്മാരുടെ അടുക്കൽ എത്ര കുറച്ച് ധനമുണ്ടായിരുന്നാലും എന്നാൽ ധനത്തിൻ്റെ കണക്ക് ഏത് പ്രകാരത്തിൽ വയ്ക്കണം എന്ന് ബാബ എങ്ങനെയാണോ ആജ്ഞ നൽകിയിരിക്കുന്നത് അതേപോലെ വയ്ക്കൂ. അതോ എങ്ങനെ തോന്നുന്നുവോ അതുപോലെ നടത്തിക്കുകയാണോ? ഓരോ കുമാരനും ധനത്തിൻ്റെയും കണക്ക് വയ്ക്കേണ്ടത് ആവശ്യമാണ്. ധനത്തെ എവിടെ എങ്ങനെ യൂസ് ചെയ്യണം, മനസ്സിനെയും എവിടെ എങ്ങനെ യൂസ് ചെയ്യണം, ശരീരത്തെയും എവിടെ യൂസ് ചെയ്യണം, ഈ എല്ലാ കണക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദാദിമാരായ താങ്കൾ ധാരണയുടെ ക്ലാസ് നടത്തുമ്പോൾ മനസ്സിലാക്കിച്ചു കൊടുക്കാറുണ്ടല്ലോ, ധനം എങ്ങനെ യൂസ് ചെയ്യണം, കണക്ക് എങ്ങനെ വെക്കണം എന്ന്. കുമാരന്മാർക്കറിയാമോ കണക്ക് എങ്ങനെ വെക്കണം, എവിടെ വിനിയോഗിക്കണം? ഇതറിയാമോ? കുറച്ചു പേർ കൈ ഉയർത്തുകയാണ്. പുതിയവരുമുണ്ട്. ഇവർക്ക് അറിയില്ല. ഇവർക്ക് ഇത് തീർച്ചയായും പറഞ്ഞു കൊടുക്കണം, എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന്. നിശ്ചിന്തമായി മാറും, ഭാരം തോന്നുകയില്ല. കാരണം താങ്കൾ ഏവരുടെയും ലക്ഷ്യമാണ് കുമാർ എന്നാൽ ലൈറ്റ്, ഡബിൾ ലൈറ്റ്. കുമാരന്മാരുടെ ലക്ഷ്യമാണല്ലോ നമുക്ക് നമ്പർ 1 വരണം എന്ന്. അപ്പോൾ ലക്ഷ്യത്തോടൊപ്പം ലക്ഷണവും വേണം. ലക്ഷ്യം വളരെ ഉയർന്നതാണ്. ലക്ഷണമില്ല എങ്കിൽ ലക്ഷ്യം വരെ എത്തിച്ചേരുന്നത് പ്രയാസമാണ്. അതിനാൽ എന്താണോ ബാബയുടെ ആജ്ഞ അതിനെ സദാ ബുദ്ധിയിൽ വച്ച് പിന്നെ കാര്യത്തിൽ വരൂ. ബാബ്ദാദ മുൻപും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മുഖ്യ ഖജനാവാണ് സങ്കല്പം, സമയം, ശ്വാസം. താങ്കളുടെ ശ്വാസവും വളരെ അമൂല്യമാണ്. ഒരു ശ്വാസം പോലും കോമൺ ആകരുത്, വ്യർത്ഥമാകരുത്. ഭക്തിയിൽ പറയുന്നുണ്ട്, ഓരോ ശ്വാസത്തിലും തൻ്റെ ഇഷ്ടദേവതയെ ഓർമ്മിക്കൂ എന്ന്. ശ്വാസം പോലും വ്യർത്ഥമായി പോകരുത്. ജ്ഞാനത്തിൻ്റെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, ഇവ ഏതായാലുമുണ്ട്. എന്നാൽ മുഖ്യമായും ഈ 3 ഖജനാവുകൾ സങ്കല്പം, സമയം, ശ്വാസം, ഇവ ആജ്ഞയനുസരിച്ച് സഫലമാകുന്നുണ്ടോ? വ്യർത്ഥമായി പോകുന്നില്ലല്ലോ.
കാരണം വ്യർത്ഥമായി പോകുന്നതിലൂടെ ശേഖരണം ഉണ്ടാകുന്നില്ല. ശേഖരണത്തിൻ്റെ കണക്ക് ഈ സംഗമത്തിൽ തന്നെയാണ് ശേഖരിക്കേണ്ടത്. സത്യയുഗത്തിലും ത്രേതായിലും ശ്രേഷ്ഠ പദവി പ്രാപ്തമാക്കണമെന്നിരിക്കെ, ദ്വാപര കലിയുഗത്തിൽ പൂജ്യ പദവി നേടണം എന്നിരിക്കെ, എന്നാൽ രണ്ടിൻ്റെയും ശേഖരണം ഈ സംഗമത്തിലാണ് ചെയ്യേണ്ടത്. ഈ കണക്കനുസരിച്ച് ചിന്തിക്കൂ. സംഗമ സമയത്തെ ജീവിതത്തിലെ ചെറിയൊരു ജന്മത്തിലെ സങ്കല്പം, സമയം, ശ്വാസം എത്ര അമൂല്യമാണ്. ഇതിൽ അലക്ഷ്യരാകരുത്. വന്നു ചേർന്നതുപോലെ ദിവസം കടന്നുപോയെങ്കിൽ ദിവസമല്ല കടന്നുപോയത്, എന്നാൽ ഒരു ദിവസത്തിൽ വളരെയധികം പാഴാക്കി കളഞ്ഞു. എപ്പോഴെങ്കിലും ഏതെങ്കിലും വ്യർത്ഥ സങ്കല്പം നടക്കുകയോ വ്യർത്ഥമായി സമയം പോവുകയോ ചെയ്യുകയാണെങ്കിൽ, ശരി 5 മിനിറ്റാണ് പോയത് എന്ന് വിചാരിക്കരുത്. സേവ് ചെയ്യൂ. സമയം അനുസരിച്ച് നോക്കൂ. പ്രകൃതി തൻ്റെ കാര്യത്തിൽ എത്ര തീവ്രമാണ്. എന്തെങ്കിലുമൊക്കെ കളി കാണിച്ചുകൊണ്ടിരിക്കുന്നു, എവിടെയെങ്കിലുമൊക്കെ കളി കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രകൃതിപതിയായ ബ്രാഹ്മണ കുട്ടികളുടെ കളി ഒന്ന് തന്നെയാണ്, പറക്കുന്ന കലയുടെ. അപ്പോൾ പ്രകൃതിയാണെങ്കിൽ കളി കാണിക്കുന്നു, എന്നാൽ ബ്രാഹ്മണർ തങ്ങളുടെ പറക്കുന്ന കലയുടെ കളി കാണിച്ചുകൊണ്ടിരിക്കുകയാണോ? ചില കുട്ടികൾ ബാബ്ദാദയ്ക്ക് ഒഡീസയിലെ കടൽ കൊടുങ്കാറ്റിൻ്റെ റിസൾട്ട് എഴുതി അയച്ചു. ഇത് സംഭവിച്ചു എന്നെല്ലാം. അപ്പോൾ ആ പ്രകൃതിയുടെ കളി കണ്ടു. എന്നാൽ ബാബ്ദാദ ചോദിക്കുകയാണ്, താങ്കൾ കേവലം പ്രകൃതിയുടെ കളി കണ്ടുവോ, അതോ തൻ്റെ പറക്കുന്ന കലയുടെ കളിയിൽ ബിസിയായിരുന്നോ, അതോ കേവലം സമാചാരം കേട്ടുകൊണ്ടിരുന്നോ? സമാചാരമെല്ലാം കേൾക്കേണ്ടിയും വരുന്നു. എന്നാൽ എത്രത്തോളം സമാചാരം കേൾക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുന്നുവോ, അത്രയും തൻ്റെ പറക്കുന്ന കലയിൽ ബിസിയായിരിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പല കുട്ടികളും ഗുപ്ത യോഗിയുമാണ്. ഇങ്ങനെയുള്ള ഗുപ്ത യോഗി കുട്ടികൾക്ക് ബാബ്ദാദയുടെ സഹായവും വളരെയധികം ലഭിച്ചു. അങ്ങനെയുള്ള കുട്ടികൾ സ്വയവും അചഞ്ചലവും സാക്ഷിയുമായിരുന്നു. വായുമണ്ഡലത്തിലും വേണ്ട സമയത്ത് സഹയോഗം നൽകി. ഇതുപോലെ സ്ഥൂലമായ സഹയോഗം നൽകുന്നവർ, അത് ഗവൺമെൻറ് ആയിരുന്നാലും സമീപമുള്ള ആൾക്കാർ ആയിരുന്നാലും, സഹയോഗം നൽകുന്നതിനായി തയ്യാറാകുന്നു. അതേപോലെ ബ്രാഹ്മണ ആത്മാക്കളും തങ്ങളുടെ സഹയോഗം, അതായത് ശക്തിയും ശാന്തിയും നൽകുന്നതിൻ്റെ, സുഖം നൽകുന്നതിൻ്റെ ഈശ്വരീയ ശ്രേഷ്ഠ കാര്യം എന്താണോ അത് ചെയ്തുവോ? ഏതുപോലെ ആ ഗവൺമെൻറ് ഇത് ചെയ്തു, ഇന്ന ദേശം ഇത് ചെയ്തു എന്ന് ഉടൻ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യുവാൻ തുടങ്ങുന്നു. അപ്പോൾ ബാബ്ദാദ ചോദിക്കുന്നു, ബ്രാഹ്മണരായ താങ്കൾ തൻ്റെ ഈ കാര്യം ചെയ്തുവോ? താങ്കളും അലേർട്ട് ആകേണ്ടത് ആവശ്യമാണ്. സ്ഥൂല സഹയോഗം നൽകുന്നതും ആവശ്യമാണ്. ഇതിൽ ബാബ്ദാദ വിലക്കുന്നില്ല. എന്നാൽ എന്താണോ ബ്രാഹ്മണ ആത്മാക്കളുടെ വിശേഷ കാര്യം, ആ സഹയോഗം മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സഹയോഗം അലേർട്ടായി താങ്കൾ നൽകിയോ? നൽകണമല്ലോ. അതോ കേവലം അവർക്ക് വസ്ത്രമാണോ വേണ്ടത്, ധാന്യങ്ങളാണോ വേണ്ടത്? എന്നാൽ ആദ്യം മനസ്സിൽ ശാന്തി വേണം, നേരിടാനുള്ള ശക്തി വേണം. അപ്പോൾ സ്ഥൂലമായതിനോടൊപ്പം സൂക്ഷ്മ സഹയോഗവും ബ്രാഹ്മണർക്ക് തന്നെയാണ് നൽകാൻ സാധിക്കുന്നത്, മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ഇത് ഒന്നും തന്നെയല്ല, ഇത് റിഹേഴ്സലാണ്. റിയൽ വരാൻ പോകുന്നു. അതിൻ്റെ റിഹേഴ്സൽ താങ്കൾക്കും ബാബ അഥവാ സമയം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏത് ശക്തികളും ഏത് ഖജനാവും താങ്കളുടെ അടുക്കലുണ്ട്. അതിനെ വേണ്ട സമയത്ത് യൂസ് ചെയ്യുവാൻ അറിയാമോ? കുമാരന്മാർ എന്തു ചെയ്യും? ശക്തികൾ ശേഖരിച്ചുവോ? ശാന്തി ശേഖരിച്ചുവോ? യൂസ് ചെയ്യാൻ അറിയാമോ? കൈ വളരെ നന്നായി ഉയർത്തുന്നു. ഇപ്പോൾ പ്രാക്ടിക്കലിൽ കാണിക്കണം. സാക്ഷിയായി നോക്കുകയും വേണം, കേൾക്കുകയും വേണം, സഹയോഗം നൽകുകയും വേണം.
അവസാനം റിയലായി എപ്പോഴാണോ പാർട്ട് അഭിനയിക്കുന്നത് അതിൽ സാക്ഷിയായും നിർഭയമായും കാണുകയും വേണം, പാർട്ടും അഭിനയിക്കണം. ഏതൊരു പാർട്ട്? ദാതാവിൻ്റെ കുട്ടികൾ ദാതാവായി ആത്മാക്കൾക്ക് എന്ത് വേണമോ അത് നൽകിക്കൊണ്ടിരിക്കണം. മാസ്റ്റർ ദാതാവാണല്ലോ. സ്റ്റോക്ക് ശേഖരിക്കൂ. എത്രത്തോളം സ്റ്റോക്ക് തൻ്റെ അടുക്കൽ ഉണ്ടാകുമോ അത്രയും തന്നെ ദാതാവ് ആകുവാൻ സാധിക്കും. അവസാനം വരെയും തനിക്ക് വേണ്ടി മാത്രം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ദാതാവാകുവാൻ സാധിക്കില്ല. അനേകം ജന്മങ്ങൾ ഏതൊരു ശ്രേഷ്ഠ പദവി നേടണമോ അത് പ്രാപ്തമാക്കുവാൻ സാധിക്കില്ല. അതിനാൽ തൻ്റെ അടുക്കൽ ഒരു കാര്യത്തിൻ്റെ സ്റ്റോക്ക് ശേഖരിക്കൂ. ശുഭഭാവനയുടെയും ശ്രേഷ്ഠ കാമനയുടെയും ഭണ്ഡാരം സദാ നിറഞ്ഞിരിക്കട്ടെ. രണ്ടാമതായി, ഏതെല്ലാം വിശേഷ ശക്തികളുണ്ടോ ആ ശക്തികൾ ഏത് സമയത്ത് ആർക്ക് എന്ത് വേണമോ അത് നൽകാൻ സാധിക്കണം. ഇപ്പോൾ സമയമനുസരിച്ച് കേവലം തൻ്റെ പുരുഷാർത്ഥത്തിൽ സങ്കല്പവും സമയവും നൽകൂ. അതിനോടൊപ്പം ദാതാവായി വിശ്വത്തിനും സഹയോഗം നൽകൂ. തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ കാര്യം കേൾപ്പിച്ചു. അമൃതവേളയിൽ തന്നെ ഇത് ചിന്തിക്കൂ. ഞാൻ ആജ്ഞാകാരിയായ കുട്ടിയാണ്. ഓരോ കർമ്മത്തിനു വേണ്ടിയും ആജ്ഞ ലഭിച്ചിട്ടുണ്ട്. എഴുന്നേൽക്കുന്നതിൻ്റെ, ഉറങ്ങുന്നതിൻ്റെ, കഴിക്കുന്നതിൻ്റെ, കർമ്മയോഗി ആകുന്നതിൻ്റെ, ഓരോ കർമ്മത്തിൻ്റെയും ആജ്ഞ ലഭിച്ചിട്ടുണ്ട്. ആജ്ഞാകാരിയാവുക എന്നത് തന്നെയാണ് ബാബ് സമാനാവുക എന്നത്. ശ്രീമത് അനുസരിച്ച് നടക്കണം. മന്മത് പാടില്ല, പരമത് പാടില്ല. എഡിഷൻ ഉണ്ടാകരുത്. ചിലപ്പോൾ മന്മത്തിലൂടെ ചിലപ്പോൾ പരമത്തിലൂടെ നടക്കുകയാണെങ്കിൽ പ്രയത്നിക്കേണ്ടി വരും. സഹജമാകില്ല. കാരണം മന്മത്തും പരമത്തും പറക്കുവാൻ അനുവദിക്കില്ല. മന്മത്തും പരമത്തും ഭാരമുള്ള ഒന്നാണ്. ഭാരം പറക്കുവാൻ അനുവദിക്കില്ല. ശ്രീമത് ഡബിൾ ലൈറ്റ് ആക്കി മാറ്റുന്നു. ശ്രീമത്തിലൂടെ നടക്കുക എന്നാൽ സഹജമായി ബാബ് സമാനാവുക എന്നർത്ഥം. ശ്രീമത്തിലൂടെ നടക്കുന്നവരെ ഒരു പരിതസ്ഥിതിക്കും താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ശ്രീമത്തിലൂടെ നടക്കുവാൻ അറിയാമോ? ശരി. അപ്പോൾ കുമാരന്മാർ ഇപ്പോൾ എന്തു ചെയ്യും? ക്ഷണം ലഭിച്ചു. സ്പെഷ്യൽ സൽക്കാരമുണ്ടായി. നോക്കൂ, എത്ര ഓമനകൾ ആയിരിക്കുകയാണ്. ഇപ്പോൾ മുന്നോട്ട് എന്തു ചെയ്യും? റെസ്പോൺസ് നൽകുമോ? അതോ അവിടെ പോകുമ്പോൾ അവിടുത്തേതും ഇവിടെ വരുമ്പോൾ ഇവിടത്തേതും എന്നാണോ? അങ്ങനെയല്ലല്ലോ. ഇവിടെയാണെങ്കിൽ വളരെയധികം ആഹ്ലാദത്തിലാണ്. മായയുടെ യുദ്ധത്തിൽ നിന്നും സുരക്ഷിതരാണ്. ഇവിടെ മധുബനിലും മായ വന്ന ആരെങ്കിലും ഉണ്ടോ? മധുബനിലും പ്രയത്നിക്കേണ്ട വന്ന ആരെങ്കിലും ഉണ്ടോ? സേഫാണ്. ശരി. ബാബ്ദാദയും സന്തോഷിക്കുന്നു. യൂത്ത് ഗ്രൂപ്പിൻ്റെ മേൽ ഗവൺമെൻറ്റിൻ്റെയും അറ്റൻഷൻ വരുന്ന സമയം വന്നു ചേരും. എന്നാൽ അത് വന്നു ചേരുന്നത് താങ്കൾ വിഘ്നവിനാശകരായി മാറുമ്പോഴാണ്. വിഘ്നവിനാശകൻ എന്നത് ആരുടെ പേരാണ്? താങ്കളുടേതാണല്ലോ. വിഘ്നങ്ങൾക്ക് ഏതെങ്കിലും കുമാരനെ നേരിടാനുള്ള ധൈര്യമുണ്ടാകരുത്. അപ്പോൾ വിഘ്നവിനാശകൻ എന്ന് പറയും. വിഘ്നത്തിൻ്റെ തോൽവി ഉണ്ടാകണം, എന്നാൽ യുദ്ധം ചെയ്യരുത്. വിഘ്നവിനാശകൻ ആകുന്നതിനുള്ള ധൈര്യമുണ്ടോ? അതോ അവിടെ പോയ ശേഷം ഇങ്ങനെ കത്തെഴുതുമോ? ദാദി, വളരെ നന്നായിരുന്നു, എന്നാൽ അറിയില്ല എന്ത് സംഭവിച്ചു എന്ന്. ഇങ്ങനെ എഴുതുകയില്ലല്ലോ. ഈ ഒരു സന്തോഷ വാർത്ത എഴുതൂ. ഓക്കെ, വെരി ഗുഡ്, വിഘ്നവിനാശകനാണ്. ഈ വാക്ക് മാത്രം എഴുതൂ. കൂടുതൽ നീണ്ട കത്ത് വേണ്ട. ഓക്കെ, ശരി. മധുബൻ്റെയും വിശേഷത ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. മധുബനിലുള്ളവർ തൻ്റെ ചാർട്ട് അയച്ചിരിക്കുകയാണ്. ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ബാബ്ദാദ എല്ലാ കുട്ടികളെയും ആജ്ഞ അനുസരിക്കുന്ന ആജ്ഞാകാരി കുട്ടികളുടെ ദൃഷ്ടിയിലൂടെ നോക്കുന്നു. വിശേഷ കാര്യം ലഭിച്ചു. എവർ റെഡിയായി ചെയ്യുകയും ചെയ്തു.
ഇതിനുള്ള വിശേഷ ആശംസകൾ നൽകുകയാണ്. ശരി, ഓരോരുത്തരും തൻ്റേത് സ്പഷ്ടമായി എഴുതി. ദാദിയോട് ബാബ് ദാദ പറഞ്ഞു, താങ്കളും റിസൾട്ട് നോക്കിയ ശേഷം ക്ലാസ് നടത്തണം. തൻ്റെ അവസ്ഥയുടെ ചാർട്ട് നന്നായി എഴുതിയിട്ടുണ്ട്. ബാബ് ദാദ ആശംസകൾ നൽകുകയാണ്. സത്യമായ ഹൃദയത്തിൽ സത്യമായ പ്രഭു തൃപ്തനാകുന്നു. ശരി, 4 ഭാഗത്തുമുള്ള ബാബ് ദാദയുടെ ആജ്ഞാകാരി കുട്ടികൾക്ക്, സദാ വിഘ്നവിനാശകരായ കുട്ടികൾക്ക്, സദാ ശ്രീമത്തിലൂടെ സഹജമായി നടക്കുന്നവർക്ക്, പ്രയത്നത്തിൽ നിന്നും മുക്തമായിരിക്കുന്നവർക്ക്, സദാ ആഹ്ലാദത്തിൽ പറക്കുകയും പറപ്പിക്കുകയും ചെയ്യുന്നവർക്ക്, സർവ ഖജനാവുകളുടെയും ഭണ്ഡാരത്താൽ നിറഞ്ഞിരിക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള ബാബയുടെ സമീപത്തും സമാനവുമായിരിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം സ്നേഹസ്മരണകൾ. നമസ്തേ. കുമാരന്മാർക്കും വിശേഷിച്ച് അക്ഷയണരും എവർ റെഡിയും സദാ പറക്കുന്ന കലയിൽ പറക്കുകയും ചെയ്യുന്നവർക്ക് ബാബ് ദാദയുടെ വിശേഷ സ്നേഹസ്മരണകൾ. ബാബ് ദാദ ഡയമണ്ട് ഹാളിൽ ഇരുന്നു കൊണ്ട് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ദൃഷ്ടി നൽകുന്നതിനായി ഹാളിൽ ചുറ്റി സഞ്ചരിച്ചു. ബാബ് ദാദയ്ക്ക് ഓരോ കുട്ടിയോടും വളരെ 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 സ്നേഹമുണ്ട്. നമ്മളോട് ബാബ് ദാദയ്ക്ക് സ്നേഹം കുറവാണ് എന്ന് വിചാരിക്കരുത്. താങ്കൾ അഥവാ മറന്നു പോയാൽ പോലും ബാബ നിരന്തരം ഓരോ കുട്ടിയുടെയും മാല ജപിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഓരോ കുട്ടിയുടെയും വിശേഷത സദാ ബാബ് ദാദയുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടി വിശേഷമല്ല എന്നല്ല, ഓരോ കുട്ടിയും വിശേഷമാണ്. ബാബ ഒരിക്കലും ഒരു കുട്ടിയെയും മറക്കുന്നില്ല. അപ്പോൾ എല്ലാവരും സ്വയം വിശേഷ ആത്മാവാണ്, വിശേഷ കാര്യത്തിനു വേണ്ടി നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ശരി. വരദാനം. സദാ ആത്മീയ സ്ഥിതിയിലിരുന്ന് മറ്റുള്ളവരുടെയും ആത്മാവിനെ നോക്കുന്ന ആത്മീയ റോസാ പുഷ്പമായി ഭവിക്കട്ടെ. ആത്മീയ റോസാ പുഷ്പം എന്നാൽ സദാ ആത്മീയ സുഗന്ധമുള്ളവർ. ആത്മീയ സുഗന്ധമുള്ളവർ എവിടെ നോക്കിയാലും ആരെ നോക്കിയാലും ആത്മാവിനെ നോക്കും, ശരീരത്തെ അല്ല. സ്വയവും സദാ ആത്മീയ സ്ഥിതിയിലിരിക്കൂ, മറ്റുള്ളവരെയും ആത്മാവായി കാണൂ. ഏതുപോലെ ബാബ ഉയർന്നതിലും ഉയർന്നതാണ്, അതേപോലെ ആ ഒന്നിൻ്റെ പൂന്തോട്ടവും ഉയർന്നതിലും ഉയർന്നതാണ്. ആ പൂന്തോട്ടത്തിലെ വിശേഷ അലങ്കാരം ആത്മീയ റോസാ പുഷ്പമായ താങ്കൾ കുട്ടികളാണ്. താങ്കളുടെ ആത്മീയ സുഗന്ധം അനേകം ആത്മാക്കളുടെ മംഗളം ചെയ്യുന്ന ഒന്നാണ്. സ്ലോഗൻ. മര്യാദ ലംഘിച്ച് ആർക്കെങ്കിലും സുഖം നൽകിയെങ്കിൽ അതും ദുഃഖത്തിൻ്റെ കണക്കിൽ ശേഖരിക്കപ്പെടും. ഓം ശാന്തി. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ശക്തിശാലി ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്ത് 1 സെക്കൻഡിൽ ബാബ് ദാദയുടെ മുന്നിൽ എത്തിച്ചേരുന്നു. ബാബ് ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു.
ബാഗ്ദാദിൽ നിന്നും ലൈറ്റും മൈറ്റും സ്വീകരിച്ച് ഒരു സെക്കൻഡിൽ ഞാൻ നിരാകാരിയായി നിരാകാര ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യും. പരിധിയുള്ള എൻ്റേത് എന്ന എല്ലാ ഭാവങ്ങളും ഞാൻ ബാബയിൽ സമർപ്പിക്കുന്നു. ഞാൻ ഭാരരഹിതമായി മാറുന്നു. മംഗളകാരിയായ ബാബയിലുള്ള നിശ്ചയം എന്നെ നിശ്ചിന്തമാക്കി മാറ്റുന്നു. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. പരമസദ്ഗുരുവായ ശിവ് ബാബയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഞാനും ബാബയും കമ്പൈൻഡ് സ്വരൂപമാകുന്നു. ഈ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത ഈശ്വരീയ ശക്തികളും വിശ്വത്തിലെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു.